വിശദമായ വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് ഗെയിംസ് ഡിസംബർ മാസത്തിൽ നടക്കുമെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ വ്യക്തമാക്കി. 15 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള ഗെയിംസ് നടത്തുന്നത്. കോട്ടക്കലിൽ നടന്ന മലപ്പുറം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ ബോഡിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് പ്രസിഡന്റ് വി സുനിൽകുമാർ ഇക്കാര്യം അറിയിച്ചത്. ഗോവയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിന് മുന്നോടിയായാണ് സംസ്ഥാന ഗെയിംസ് നടത്തുന്നത്. മലപ്പുറം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ യു തിലകൻ, പി ഋഷികേഷ് കുമാർ, സെബാസ്റ്റ്യൻ ജോസഫ്, ഉമർ അലി ശിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ ഗെയിംസ് ഈ വർഷം ഗോവയിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കേരളത്തിൽ വെച്ചിട്ട് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഗെയിംസ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ മാസത്തിലാണ് സ്റ്റേറ്റ് ഗെയിംസ് നടത്തുന്നത്. നാഷണൽ ഗെയിംസിൻ്റെ അതേ മാതൃകയിൽ സ്റ്റേറ്റ് ഗെയിംസ് നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. 10-15 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിലൊരു സ്റ്റേറ്റ് ഗെയിംസ് ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്നത്. സ്പോർട്സ് ഫോർ ഓൾ എന്ന ആശയവുമായി ഒളിമ്പിക് ചാർട്ടർ വിഭാവനം ചെയ്യുന്ന ഒളിമ്പിക് വേവിന്റെ പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ചെറുവത്തൂരിൽ കലക്ടർ ഡോക്ടർ ഡി സജിത്ത് ബാബു നിർവഹിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ മുഖ്യാതിഥിയായി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ കായിക വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പ്രവർത്തനം. ചടങ്ങിൽ സീനിയർ ഇന്ത്യൻ വോളിബോൾ താരം അഞ്ജു ബാലകൃഷ്ണനെ ഉപഹാരം നൽകി അനുമോദിച്ചു. തൃപ്രയാർ കിഴക്കേനടയിലെ കൊച്ചു ചായക്കട നന്മയുടെ ഒരു അടയാളമാണ്. കോവിഡ് കാലത്ത് വിശന്നെത്തിയ വയോധികന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുക്കിക്കൊടുത്തത് ഒരു ജീവിതമാർഗമാണ്. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിലാണ് ഈ ചായക്കട. എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ ബസ് ഡ്രൈവറായിരുന്നു ഇരിങ്ങാലക്കുട സ്വദേശിയും 72-കാരനുമായ ഉണ്ണികൃഷ്ണൻ. പിന്നീട് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു. അസുഖബാധിതയായ ഭാര്യയെ ചികിത്സിക്കാൻ സ്വന്തം വീടും സ്ഥലവും വിറ്റതോടെ ഉണ്ണികൃഷ്ണൻ തെരുവിലായി. വാർദ്ധക്യം തളർത്തിയതോടെ 9 വർഷം അലഞ്ഞു നടന്നു. പട്ടിണിയിലായ ഉണ്ണികൃഷ്ണൻ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ച് തൃപ്രയാർ ക്ഷേത്രനടയിലെ സരയൂ തീരത്ത് സമയം ചെലവഴിക്കാനെത്തിയ കലാകാരനായ പ്രസാദ് നാട്ടികയുടെ അടുത്ത് എത്തുകയായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ജീവിതം തന്റെ സമൂഹമാധ്യമ പേജിൽ പങ്കുവച്ചതോടെ സഹായവുമായി ഒരു കൂട്ടം ചെറുപ്പക്കാരെത്തി. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ അച്ചാച്ചന്റെ ചായക്കട എന്ന പേരിൽ കടയും തുടങ്ങിക്കൊടുത്തു. ഉണ്ണികൃഷ്ണൻ ഹോട്ടലുകളിൽ സഹായിയായും ശുചീകരണ തൊഴിലാളിയായും ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ കോവിഡ് പിടിമുറുക്കിയതോടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ കാരമുക്കിലെ പൗരസമിതിക്കാരും ഗൾഫിൽ നിന്നൊരു ശ്രീജോവും കരീമെന്ന് പറഞ്ഞൊരാളും കൂടിയൊക്കെ ചേർന്നാണ് എനിക്ക് പെട്ടിക്കടയൊക്കെ സംഘടിപ്പിച്ച് തന്ന് അതിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിത്തന്നത്. കാരണക്കാരൻ എൻ്റെ സാധുമോനും ഭാര്യയ്ക്കാണ്. എൻ്റെ ആശ്രയത്തിലാണ് എപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എൻ്റെ ജീവനമാർഗ്ഗമൊക്കെ നടന്നു പോകുന്നുണ്ട്. എൻ്റെ വണ്ടിയുണ്ട്. വലിയ കച്ചവടമില്ലെങ്കിലും എന്നാലും എന്നെ പട്ടിണി എടുത്ത എൻ്റെ ദൈവം മുന്നോട്ട് നീക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അച്ചാച്ചന്റെ ചായക്കട പ്രവർത്തനം തുടങ്ങിയത്. ന്യൂസ് 18 തൃപ്രയാർ. നന്മ പറ്റുന്ന പുതിയ കാലത്തിന്റെ ആശങ്കയും രാജ്യത്തെ ഫാസിസത്തിന്റെ പിടിമുറുക്കലും അവതരിപ്പിച്ച പുലികേശി 2 എന്ന നാടകത്തിന് മികച്ച പ്രതികരണമാണ്. സ്കിന്നേഴ്സ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിലാണ് നാടകം അരങ്ങിലെത്തിയത്. പുതിയ ചുവടുകളുമായി വരുന്ന ശത്രുവിന് മുന്നിൽ പഴയ ചുവടുകൾ വെച്ച് കോമാളിയായി മാറുന്ന മനുഷ്യന്റെ കഥയാണ് പ്രമേയം. പുലികേശി 2 എന്ന നാടകം കാഞ്ഞങ്ങാട് തിയേറ്റർ ഗ്രൂപ്പായ സ്കിന്നേഴ്സ് കാസർഗോഡിന്റെ ആദ്യ നാടകമാണ്. അന്ധമായ പാരമ്പര്യബോധവും യുക്തിയില്ലാത്ത പ്രതിരോധ പ്രവർത്തനങ്ങളും നമ്മെ നയിക്കുന്നത് എങ്ങോട്ടാണെന്ന് നാടകം ചോദിക്കുന്നു. ജനാധിപത്യ ബോധത്തിന്റെയും ഫാഷിസത്തിന്റെയും ഇടയിൽപ്പെട്ടുഴലുന്ന ജനതയുടെ നിസ്സഹായ അവസ്ഥയിലൂടെയാണ് നാടകം കടന്നുപോകുന്നത്. കത്തുന്ന കണ്ണുകളും തീപിടിച്ച വാലുമായി ആൾക്കൂട്ടത്തെ ആക്രമിക്കാനൊരുങ്ങുന്ന പുലി പുതിയ കാലം നേരിടുന്ന അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. EV ഹരിദാസാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചു. ആദ്യഘട്ടമെന്ന നിലയിൽ മണ്ണ് പരിശോധന ഉടൻ പൂർത്തിയാകും. ഗുരുവായൂരിലെത്തുന്ന ഭക്തരടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ യാത്രാക്ലേശം സൃഷ്ടിച്ച ഒന്നാണ് ഗുരുവായൂർ തൃശൂർ റോഡിലെ റെയിൽവേ ഗേറ്റ്. ട്രെയിൻ കടന്നു പോകുന്നതിന് പുറമെ സ്റ്റേഷനിൽ എഞ്ചിൻ മാറ്റിഘടിപ്പിക്കുന്ന ഘട്ടത്തിലും ഗേറ്റ് അടച്ചിടുന്നത് ഏറെ യാത്രാദുരിതം സൃഷ്ടിച്ചിരുന്നു. ഏകദേശം 35 തവണയെങ്കിലും ഒരു ദിവസം ഗേറ്റ് അടച്ചിടേണ്ടി വരും. വളരെ നാളത്തെ മുറവിളിക്കും സമരങ്ങൾക്കും ശേഷമാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മാണത്തിനായി സർക്കാർ തുക അനുവദിച്ചത്. 25 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഗുരുവായൂർ മേൽപ്പാലം.
അതിനാവശ്യമായിട്ടുള്ള പണം കിഫ്ബിയിലൂടെ വകയിരുത്തുകയും പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം നിറവേറ്റുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചുമതല ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പണി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫണ്ട് അനുവദിച്ചെങ്കിലും സമീപത്തെ ചില സ്ഥാപന ഉടമകൾ നിയമപ്രശ്നമുയർത്തി രംഗത്തു വന്നിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിയമതടസ്സങ്ങൾ നീക്കി നിർമ്മാണ പ്രക്രിയകൾ തുടങ്ങുകയായിരുന്നു. 1 വർഷം കൊണ്ട് മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചതോടെ ഏറെ പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഗുരുവായൂർ. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ആലക്കോട് ടൗൺ ശുചീകരിച്ചു. ജില്ലാ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ആലക്കോട് ടൗണിലെ വിവിധയിടങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരുന്നു. പൊതുയിടങ്ങളിൽ മാലിന്യം കുന്നുകൂടിയതോടെയാണ് ശുചീകരണം. പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി. പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. വിവിധയിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കും. ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ വെച്ചുപിടിപ്പിക്കാനും ആലോചനയുണ്ട്. ഇതിനായി പൊതുജനങ്ങളുടെ സഹായം തേടുകയാണ് പഞ്ചായത്ത്. ന്യൂസ് 18 ആലക്കോട്. ഇടുക്കി മണിയാറൻകുടിയിലെ ടാർ മിക്സിംഗ് പ്ലാന്റ് അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നാവശ്യം. പ്ലാന്റ് ആദിവാസികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഭീഷണിയാണെന്നാണ് പരാതി. ആദിവാസികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് മണിയാറൻകുടിയിൽ. ഇവിടെ സ്ഥാപിച്ച ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പ്ലാന്റിന്റെ പ്രവർത്തനം കടുത്ത പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക. ജില്ലാ ഭരണകൂടം ആദിവാസികളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം സമരപ്പന്തൽ കോവിൽമല രാജാവ് സന്ദർശിച്ചിരുന്നു. ഈ പ്രദേശത്തെ നല്ലപോലെ ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഈ തരത്തിലുള്ള പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് നമ്മുടെ ഉദ്യോഗതലത്തിലും അല്ലെങ്കിൽ മറ്റിതര രീതിയിലുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങനെയുള്ള നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നെങ്കിലും പ്ലാന്റ് പൊളിച്ചു നീക്കാൻ തീരുമാനമായില്ല. നടപടി വൈകുന്നതോടെ സമരം ശക്തമാക്കാനാണ് ആദിവാസികൾ അടക്കമുള്ളവരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനം കടുത്ത വേനലിൽ. കോതമംഗലത്ത് വനത്തിൽ ജലക്ഷാമം രൂക്ഷമായതോടെ കാട്ടാനക്കൂട്ടങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനക്കൂട്ടം വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. വേനലിന്റെ തുടക്കത്തിലെ വനത്തിൽ ജലക്ഷാമം നേരിട്ടതോടെ കാട്ടാനക്കൂട്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നു. കാട്ടിനകത്തെ മരങ്ങളിലെ ഇലകൾ കൊഴിയുന്നതും നീർച്ചാലുകൾ വറ്റുന്നതുമാണ് കാട്ടാനകൾക്ക് കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും ക്ഷാമമുണ്ടാക്കുന്നത്. ഇതിനെ തുടർന്ന് മാമലക്കണ്ടം, തട്ടേക്കാട്, ഇഞ്ചത്തൊട്ടി, നേര്യമംഗലം, പൂയംകുട്ടി, വടാട്ടുപാറ ഭാഗങ്ങളിൽ കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് പതിവായി. ആനക്കൂട്ടം പ്രദേശവാസികളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്നതോടൊപ്പം കാർഷിക മേഖലയിലും നാശം വരുത്തുന്നത് പതിവാകുന്നു. വേനൽ കടുത്തതോടെ കുടിവെള്ള ക്ഷാമവും അതുപോലെ വേനലിന്റെ ആധിക്യവും മൂലം ആനകൾ വഴി സൈഡിലെല്ലാം തമ്പടിച്ചിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളുടെ നേരെ എത്തുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആളുകൾക്ക് ജീവന് ഭീഷണി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ കടുത്ത വേനൽക്കാലത്ത് വെള്ളം തേടിയെത്തിയിരുന്ന ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉൾക്കാടുകളിലേക്ക് പോകാതെ ജനവാസ കേന്ദ്രങ്ങൾക്കടുത്ത് തന്നെ ആനകൾ തങ്ങുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പലയിടത്തും സോളാർ ഫെൻസിങ്ങുകൾ ഇല്ലാത്തതും ആനകൾ നാട്ടിലേക്കിറങ്ങാൻ കാരണമായിട്ടുണ്ട്. സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കി നാട്ടുകാരുടെ ജീവനും കൃഷിക്കും സംരക്ഷണം നൽകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 കോതമംഗലം. വേനൽ മഴയിൽ കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശം. ചാത്തമറ്റത്ത് 700-ലധികം വാഴകളാണ് നശിച്ചത്. ചാത്തമറ്റം, പോത്താനിക്കാട്, കീരമ്പാറ, നെല്ലിക്കുഴി തുടങ്ങിയ മേഖലകളിലെ കൃഷിയിടത്തിലാണ് വ്യാപക നാശം. 700-ലേറെ വാഴകൾ നിലം പൊത്തി. കുലച്ച ഞാലിപ്പൂവൻ വാഴകളാണ് നശിച്ചതിൽ ഏറെയും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കണക്കെടുപ്പ് നടത്തി. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക്. 2 ഏക്കർ സ്ഥലത്ത് 2000-ഓളം വാഴകളാണ് കൃഷി ചെയ്തിരുന്നത്. ഇതിൽ 700-ഓളം കുലച്ച വാഴകളും കുലയ്ക്കാറായ വാഴകളും നിലംപൊത്തി. കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊടുങ്കാറ്റിലും മഴയിലും എൻ്റെ 700-ഓളം വാഴകൾ കാറ്റും മഴയും വന്ന് ഒടിഞ്ഞ് ഭൂരിപക്ഷം വാഴകളും കുലച്ച് മൂപ്പെത്താത്ത വാഴകളാണ്.
ഇതിൽ നിന്ന് എനിക്ക് വൻ നാശനഷ്ടം ഉണ്ടായി. ചാത്തമറ്റം പ്രദേശത്ത് പൊതുവെ മൃഗശല്യം, കാട്ടുപന്നി, കുരങ്ങ് മുതലായ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉള്ളതാണ്. അത് അങ്ങനെ ഞാൻ സംരക്ഷിച്ച് കൊണ്ടുവന്ന് വരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയ വന്യജീവികളുടെ ശല്യത്തിൽ നിന്നും ഏറെ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്യുന്നത്. അതിനിടയിലാണ് കാറ്റും മഴയും നാശം വിതച്ചത്. അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ കൃഷിയുമായി മുന്നോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. വയനാട് തോൽപ്പെട്ടി കോറപ്പീടികയിലെ സ്വകാര്യ ക്വാറിയിലെ മാലിന്യ കൂമ്പാരം നാട്ടുകാരെ ദുരിതത്തിലാക്കുകയാണ്. പ്രവർത്തനം നിലച്ചിട്ട് നാളുകളായ ക്വാറിയിൽ അറവു മാലിന്യങ്ങളും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും നിരന്തരം തള്ളുന്നതുമൂലം പ്രദേശത്തുകൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറ കോറപ്പീടികയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് മാലിന്യ നിക്ഷേപം. അറവു മാലിന്യങ്ങളും ഹോട്ടലിലെ ഭക്ഷണ അവശിഷ്ടങ്ങളും ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആളൊഴിഞ്ഞ മേഖലയായതിനാൽ ഇവിടെ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. 20 സെന്റോളം വലിപ്പവും 60 അടിയോളം താഴ്ചയുമുള്ള സ്വകാര്യ ക്വാറിയിലാണ് അറവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. നിരന്തരമായ ആളുകൾ ഇതിൽ കൂടെ പോകുന്നതാണ്. പ്രത്യേകിച്ച് തോൽപ്പെട്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വഴി എന്നും ദിവസേന പോയി വരുന്നതാണ്. ഈ മാലിന്യം ഇങ്ങനെ ഇടുന്നത് കാരണം, ഇതിൻ്റെ ദുർഗന്ധം കാരണം കുട്ടികൾക്ക് വരെ, ഇവിടെയുള്ള ജനങ്ങൾക്ക് വരെ ഇതിലെ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. ഇനി കാർഷിക കേരളം. NGO യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലിറക്കിയ നെൽകൃഷിയിൽ 100 മേനി വിളവ്. കൊയ്ത്തുത്സവം NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഇ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവാടി പുഞ്ചപ്പാടത്ത് 3 ഏക്കറിലായിരുന്നു കൃഷി. ഉത്സവാന്തരീക്ഷത്തിലാണ് വിളവെടുപ്പ് നടന്നത്. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നെൽകൃഷി. നിലമൊരുക്കൽ, വിത്തിടൽ, ഞാറുനടിയിൽ, കൊയ്തെടുക്കൽ വരെയുള്ള പ്രവർത്തനങ്ങൾ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് നടന്നത്. കേരള NGO യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവാടിയിലുള്ള ഈ പുഞ്ചപ്പാടത്ത് 120 ദിവസം മുൻപാണ് ഈ 3.5 ഏക്കർ പാടത്ത് വിത്തിട്ടത്. ഇന്ന് കൊയ്ത്തുത്സവം നടക്കുകയാണ്. വളരെ സമൃദ്ധമായ തോതിലുള്ള വിളവാണ് ഈ പാടത്ത്. നിങ്ങൾക്ക് ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. വളരെ സമൃദ്ധമായ തോതിലുള്ള വിളവാണ് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. 200ഓളം ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് വിളവെടുപ്പ് നടന്നത്. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി പരമ്പരാഗത രീതിയിൽ അവലിടിക്കലും ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടത്തി. ന്യൂസ് 18 കോഴിക്കോട്. ക്ഷീരകർഷകർക്ക് വഴികാട്ടിയായ വാട്സപ്പ് കൂട്ടായ്മകളാണ് ഡയറി സ്കൂളും ക്ഷീരകർഷക കൂട്ടായ്മയും. ഹൈടെക് കൃഷിരീതികൾ സ്വീകരിക്കാൻ കർഷകരെ സഹായിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളും സമൂഹ മാധ്യമങ്ങളും ഈ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണ്. തീക്കുനിയിൽ ക്ഷീരകർഷകനായ മുജീബ് റഹ്മാന്റെ ഹൈടെക് ഡയറി ഫാം ഉദ്ഘാടനത്തിന് കൂട്ടായ്മ ഒത്തുകൂടി. ക്ഷീരകർഷകരുടെ കൃഷിരീതികൾ ഹൈടെക് ആക്കുകയാണ്. ഫാമുകളുടെ നിർമ്മാണം, നല്ല ഇനം പശുക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി, രോഗങ്ങൾ, തീറ്റ തുടങ്ങിയവയിലെല്ലാം വിദഗ്ധോപദേശം കർഷകർക്ക് ലഭ്യമാണ്. സോഷ്യൽ മീഡിയയിൽ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് പ്രവർത്തനം. സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും എന്നതിനാൽ കർഷകർ ഏറെ സംതൃപ്തരാണ്. വിവിധ സ്റ്റാർട്ടപ്പുകൾക്ക് നേതൃത്വം കാർഷിക മേഖലയിലേക്ക് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ അടക്കം ഹൈടെക് വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരെ അടക്കം ആകർഷിക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മ നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതും എല്ലാവരും അത്തരത്തിലുള്ള നല്ല ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ്, നല്ല കരുത്തുറ്റ ആളുകളാണ്, ചെറുപ്പക്കാരാണ്. കുറ്റാടിക്കടുത്ത് തീക്കുനിയിൽ കൂട്ടായ്മകളുടെ മേൽനോട്ടത്തിൽ സ്ഥാപിച്ച ഫാമിന്റെ ഉദ്ഘാടനത്തിന് കർഷകർ ഒത്തുകൂടി. മുന്നൂൽ മുജീബ് റഹ്മാനാണ് ഫാം സ്ഥാപിച്ചത്. വയനാട് സ്വദേശി തങ്കച്ചൻ പുൽപ്പറമ്പിലാണ് ഫാം ഡിസൈൻ ചെയ്തത്. ഊഷ്മാവ് ക്രമീകരിച്ച സംവിധാനമാണ് ഫാമിലുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കർഷകർക്ക് സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂസ് 18 കുറ്റ്യാടി. നാട്ടുവർത്തമാനം തുടരും ഇടവേളയ്ക്ക് ശേഷം. നാട്ടുവർത്തമാനം തുടരുന്നു. 8ഓളം വാദ്യോപകരണങ്ങളും 5 ഭാഷകളും സ്വയം പഠിച്ചെടുത്ത ഒരു പെൺകുട്ടിയുണ്ട് തൊടുപുഴയിൽ. പാട്ടിലും ഭാഷയിൽ മാത്രമല്ല ചിത്രകലയിലും മിടുക്കിയാണ് ശ്രീനന്ദന എന്ന ഈ BA വിദ്യാർത്ഥിനി. എട്ട് വാദ്യോപകരണങ്ങൾ അറിയാമെങ്കിലും പോർച്ചുഗീസ് കുടിയേറ്റക്കാർ ഹവായിലേക്ക് അവതരിപ്പിച്ച യുക്കൂലെലയോടാണ് ശ്രീനന്ദനയ്ക്ക് പ്രിയം. വാദ്യോപകരണങ്ങളിൽ മാത്രമല്ല
ഫ്രഞ്ച്, ജാപ്പനീസ് തുടങ്ങിയ 5 ഭാഷകളിൽ അഭികാമ്യമുണ്ട് ശ്രീനന്ദനയ്ക്ക്. ഓൺലൈനായാണ് ശ്രീനന്ദന ഭാഷ പഠിച്ചെടുത്തത്. ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഈ പെൺകുട്ടി സമയം കണ്ടെത്താറുണ്ട്. ജാപ്പനീസ് അറിയാം, ഫ്രഞ്ച് അറിയാം, ഇംഗ്ലീഷ് അറിയാം, പിന്നെ പോളിഷും ഗെയിലിക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എളുപ്പം ജാപ്പനീസ് തന്നെയാണ്, പിന്നെ ഏറ്റവും പാട് ഫ്രഞ്ചാണ്. പുറപ്പുഴ ശങ്കര കോളേജിലെ 1ാം വർഷ അനിമേഷൻ വിദ്യാർത്ഥിനിയാണ് ശ്രീനന്ദന. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിന്റെ പുറംചട്ട വരച്ചതും ശ്രീനന്ദനയാണ്. ജാപ്പനീസും ഫ്രഞ്ചും ഐറിഷ് ഗേലിക്കും ഇംഗ്ലീഷും ഒഴുക്കോടെ സംസാരിക്കും. വിവിധ വാദ്യോപകരണങ്ങൾ സ്വയം മീട്ടി വിവിധ ഭാഷകളിലായി 100ലേറെ പാട്ടുകൾ ആലപിച്ചും ശ്രീനന്ദന പ്രശംസ നേടിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ കവിത എഴുതി സ്വന്തമായി സംഗീതം നൽകി ആലപിക്കാറുമുണ്ട് ശ്രീനന്ദന. അറിയപ്പെടുന്ന ഒരു ഗായികയാകാനാണ് പരിശ്രമം. ന്യൂസ് 18 തൊടുപുഴ. ഗുരുവായൂരിൽ മന്നത്ത് പത്മനാഭന്റെ സ്മാരകം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട വിഷയം കൗൺസിൽ യോഗം തള്ളിയതോടെയാണ് ചർച്ചയായത്. ഗുരുവായൂർ സത്യാഗ്രഹ സാരഥികളായ AKGക്കും കെ കേളപ്പനും ഗുരുവായൂരിൽ സ്മാരകങ്ങളുണ്ട്. അവരിൽ ഒരാളായ മന്നത്ത് പത്മനാഭന് സ്മാരകം പണിയണമെന്നാണ് ആവശ്യമുയരുന്നത്. ഈ ആവശ്യമുന്നയിച്ച പ്രതിപക്ഷം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രമേയം കൊണ്ടുവന്നിരുന്നു. അത് ഭരണപക്ഷം തള്ളിയെന്നാണ് ആരോപണം. ഗുരുവായൂരിൽ മന്നത്തിനെ പോലെ ഒരു വലിയ നവോത്ഥാന നായകന്റെ ഒരു ചരിത്ര സ്മാരകം ഉയരേണ്ടത് നാളുകളിൽ ചരിത്രം പഠിക്കാൻ തയ്യാറായി വരുന്ന കുട്ടികൾക്കുള്ള ഒരു പഠന വിഷയം കൂടിയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗുരുവായൂരിൻ്റെ ഭരണാധികാരികൾ അത്തരത്തിലുള്ള ഒരു ദുർവാശി വെടിഞ്ഞുകൊണ്ട് മന്നത്തിനെ പോലെയുള്ള നവോത്ഥാന നായകർക്ക് ഗുരുവായൂരിൽ ഒരു ചരിത്ര സ്മാരകം നിർമ്മിക്കണം. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹം നയിച്ചവർക്കെല്ലാം സ്മാരകം പണിയുമെന്ന കാര്യം നഗരസഭ നേരത്തെ തീരുമാനിച്ചിരുന്നതാണെന്ന് ഭരണസമിതി വ്യക്തമാക്കി. അതുകൊണ്ടാണ് കൗൺസിൽ യോഗത്തിൽ പ്രമേയം തള്ളിക്കളഞ്ഞതെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് പ്രതികരിച്ചു. പ്രമേയം തള്ളിയതിനാൽ വിഷയം പ്രാദേശിക തലം തൊട്ട് ചർച്ചയായതോടെ NSSും BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. ഇനി വോട്ടംഗം. പട്ടാമ്പി തൃത്താല അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ സ്ട്രോങ് റൂമിലെത്തിച്ചു. സയൻസ് ബ്ലോക്ക്, അക്കാദമിക് ബ്ലോക്ക് എന്നിവിടങ്ങളിലായാണ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകൾ പട്ടാമ്പി കോളേജിലെത്തി. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലേക്കുള്ള മെഷീനുകളാണിവ. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള യന്ത്രങ്ങൾ സയൻസ് ബ്ലോക്കിലും തൃത്താല മണ്ഡലത്തിലേക്കുള്ളവ അക്കാദമിക് ബ്ലോക്കിലുമാണ് സൂക്ഷിക്കുക. ഇതിനായി സ്ട്രോങ് റൂമുകൾ സജ്ജമായി. VVPAT, പോളിംഗ് മെഷീൻ, കൺട്രോൾ യൂണിറ്റ് എന്നിവയാണുള്ളത്. പട്ടാമ്പി റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ്, തൃത്താല റിട്ടേണിംഗ് ഓഫീസർ ADS അയന എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ട്രോങ് റൂമിലും പരിസരത്തും CCTV ക്യാമറകൾ, ലൈറ്റ്, പോലീസ് കാവൽ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. വീണ്ടും ഒരു ഇലക്ഷൻ കൂടിയെത്തുമ്പോൾ കേരളത്തിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനായി പോരാട്ടം നടത്തിയ ഓർമ്മകളിലാണ് നെടുങ്കണ്ടം സ്വദേശിയായ ശ്രീമംഗലത്ത് O. ദിവാകരൻ. 17ാം വയസ്സിൽ പ്രായപൂർത്തി വോട്ടവകാശ പോരാട്ടം. 1948 തിരുവിതാംകൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ 91ാമത്തെ വയസ്സിൽ ഇത്തവണത്തെ വോട്ട് പോസ്റ്റലായി ചെയ്യാനാണ് തീരുമാനം. ഇന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും കന്നിവോട്ട് വാർത്തയുമൊക്കെ കാണുമ്പോൾ O. ദിവാകരൻ എന്ന പഴയകാല പോരാളിക്ക് കൗതുകമാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിനായി 17ാം വയസ്സിലാണ് ദിവാകരൻ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം പേർ സമരമുഖത്ത് എത്തിയത്. സമരം ചെയ്യാൻ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് 17ാം വയസ്സിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ദിവാകരനും എത്തി. ഒടുവിൽ 1948 തിരുവിതാംകൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി. രാജാവ് മാറിയിട്ട് രാജപ്രമുഖനായി. അങ്ങനെ ഞങ്ങൾക്ക് വോട്ടവകാശം തന്നു. അങ്ങനെ തന്നെ ആ പ്രാവശ്യം ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ 108 മണ്ഡലങ്ങളാണ് അന്നത്തെ തിരുവിതാംകൂറിലെ. സംസ്ഥാന രൂപീകരണ ശേഷം ഇതുവരെ ഒരു തവണ പോലും മുടങ്ങാതെ വോട്ട് ചെയ്തിട്ടുള്ള ദിവാകരന് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനാണ് ഇഷ്ടം. എന്നാൽ ശാരീരിക അവശതകൾ മൂലം ഇത്തവണ പോസ്റ്റൽ വോട്ട് ചെയ്യുവാനാണ് തീരുമാനം. ക്യൂ നിൽക്കാനും നടക്കാനും പിന്നെ അതിനുവേണ്ടിയുള്ള ബുദ്ധിമുട്ടിനൊക്കെ കഴിയത്തില്ലാത്തതുകൊണ്ട്
ഇവിടെ തന്നെ പോസ്റ്റൽ വോട്ടായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തതിന് പോലീസിന്റെ ക്രൂരമർദ്ദനവും ദിവാകരന് നേരിടേണ്ടി വന്നു. പഴയ ഓർമ്മകൾ ഇടതടവില്ലാതെ അയവിറക്കുമ്പോഴും വോട്ടവകാശം അമൂല്യമാണെന്നും അത് പാഴാക്കരുത് എന്നും ദിവാകരൻ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി